മുഖ്യമന്ത്രി വി ഡി സതീശനും മന്ത്രി ബിന്ദു കൃഷ്ണയും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയതിൽ വിമർശനവുമായി സമസ്ത നേതാവ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി സാമുദായിക ധ്രുവീകരണത്തിന് ശ്രമിച്ചവരെ വീട്ടിലെത്തി സന്ദർശിച്ച് പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നത് റീൽസാക്കാൻ മന്ത്രിമാർ മത്സരിക്കുന്നുവെന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. അജയ് കുഞ്ഞുമോൻ വിവരങ്ങളുമായി. അജയ്, ഈ വിഷയത്തിൽ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ വലിയ വിമർശനം ഉയരുന്നുണ്ട്. ആ ഘട്ടത്തിൽ ഇപ്പോൾ സമസ്തയിൽ നിന്ന് കൂടി വിമർശനം വരികയാണ്. വിശദാംശങ്ങൾ. അനുജ ആസിദ, സമസ്തയിലെ ലീഗ് അനുകൂല നേതാവാണ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി. ഈ മുഹമ്മദ് ഫൈസി സമസ്തയുടെ തന്നെ എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയാണ്. SYSന്റെ സെക്രട്ടറി കൂടിയാണ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി. മുഹമ്മദ് ഫൈസി രൂക്ഷമായ വിമർശനമാണ് ഫേസ്ബുക്കിലൂടെ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. ഇത് ഈ മന്ത്രിമാർ വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയ സംഭവത്തിൽ രൂക്ഷമായ വിമർശനത്തോടെ ഫേസ്ബുക്കിലാണ് അദ്ദേഹം തന്റെ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. സാമുദായിക ധ്രുവീകരണത്തിന് ശ്രമിച്ചവരെ വീട്ടിലെത്തി സന്ദർശിച്ച് പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നത് റീൽസ് ആക്കാൻ മന്ത്രിമാർ മത്സരിക്കുന്നു എന്നാണ് FB പോസ്റ്റിൽ പ്രധാനമായും പറയുന്നത്. കേരളത്തിലെ മത സാമുദായിക സൗഹൃദങ്ങളെ തകർക്കും വിധം ഒട്ടും വസ്തുതാപരമല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഭരണമുന്നണിയുടെ നായകനെയും മുന്നണിയിലെ പ്രമുഖ ഘടകകക്ഷികളെ മുൻനിർത്തി പച്ചയായ സാമുദായിക ധ്രുവീകരണത്തിന് ശ്രമിച്ചവരെ വീട്ടിലെത്തി സന്ദർശിച്ചത് ശരിയല്ല എന്ന ഒരു നിലപാട് കൂടിയാണ് ഈ സമസ്ത നേതാവ് ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ പോസ്റ്റിലൂടെ ഇട്ട് വിമർശനം ഉന്നയിച്ചിരിക്കുന്നതും എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ സമസ്തയുമായി ബന്ധപ്പെട്ട സമസ്തയുടെ രാഷ്ട്രീയ പശ്ചാത്തലം നമുക്ക് അറിയാം. അവിടെയാണ് സമസ്തയിലെ തന്നെ ലീഗ് അനുകൂല നേതാവ് കൂടിയായ ഓണംപള്ളി മുഹമ്മദ് ഫൈസി രംഗത്തെത്തിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പരാമർശങ്ങൾ. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വിമർശനത്തിന് രാഷ്ട്രീയ പ്രാധാന്യം കൈവരുന്നത്. ഏതായാലും എന്താണ് ഇതിൽ കോൺഗ്രസ് നേതാക്കളുടെ നിലപാട്, ഈ സന്ദർശനം നടത്തിയ നേതാക്കളുടെയൊക്കെ നിലപാട് എന്നുള്ളത് നമുക്കറിയില്ല. അത് അവരുടെ പ്രതികരണം വന്നിട്ടില്ല. അതെ, ബിന്ദു കൃഷ്ണ മന്ത്രിയോട് കഴിഞ്ഞ ദിവസം ഇക്കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. ക്ഷീരദിനാശംസകൾ എന്ന് പറഞ്ഞ് മന്ത്രി പോകുന്നതാണ് കാണുകയും ഇതിന് മറുപടി നൽകാതെ പോവുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.